മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് ചെയ്തതിനു ശേഷം പാഠം പഠിക്കാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. വിധി അനുസരിച്ച് മുന്നോട്ട് പോവാം എന്ന തീരുമാനം സ്വന്തം കാലിൽ കോടാലി കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതം നഷ്ടമാവാൻ അധികം സമയം എടുക്കേണ്ടി വരില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നു എന്ന കാരണത്താൽ ആ വ്യക്തി ഉന്നതനാവണം എന്നില്ല. ഒരു വ്യക്തി സ്വന്തം ഗുണങ്ങൾ കൊണ്ടാണ് ഉന്നതനാവുന്നത്. നിങ്ങൾക്ക് ഒരല്പം പോലും വില നൽകാത്ത സ്ഥലങ്ങളിൽ, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ, അറിവിന് യാതൊരു വിലയും കൊടുക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരല്പസമയം പോലും ചിലവഴിക്കരുത്. കുറച്ച് പുരാണങ്ങളോ ഗ്രന്ഥങ്ങളോ പഠിച്ചതുകൊണ്ടോ അവയെ വ്യാഖ്യാനിക്കാൻ അറിഞ്ഞതുകൊണ്ടോ ഒരാൾ ബുദ്ധിമാനാവുന്നില്ല. ആർക്കാണോ പഠിച്ചത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നത്, ആർക്കാണോ സ്വയം പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്, ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. ദുഷ്ടന്മാരിൽ നിന്നും മുള്ളുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ രണ്ടേ ഉപായം മാത്രമാണുള്ളത്. ഒന്നുകിൽ പാദരക്ഷ കൊണ്ട് ചവിട്ടി മെതിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നും ദൂരം പാലിക്കുക. കാട്ടിലെ തീ ചന്ദനത്തിന്റെ തടിയെ പോലും കത്തിച്ചു കളയും. അതുപോലെ ദുഷ്ടനായ ഒരു വ്യക്തിക്ക് ആരുടെ ജീവിതത്തെയും നശിപ്പിക്കുവാൻ സാധിക്കും. വിജയത്തിലേക്ക് ഉള്ള വഴി ഒരിക്കലും നേരെയായിരിക്കില്ല. എന്നാൽ വിജയം നേടിക്കഴിഞ്ഞാൽ എല്ലാ വഴികളും നേരെയാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിലും ഒരൊറ്റ ദോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സർവനാശത്തിൽ എത്തിച്ചേരുന്നതാണ്. തൻ്റെ ബുദ്ധിമുട്ടുകളെ എല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ ചുവടുറപ്പിച്ച് നീങ്ങുന്നവരുടെ കൂടെയാണ് ഭാഗ്യം പോലും ഉണ്ടാവുക. ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ബധിരനായി മാറണം. കാരണം അധികം ആളുകളും നിങ്ങളുടെ ഉത്സാഹത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. തൻ്റെ മുമ്പിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാൽ ഉള്ള വിഷക്കുംഭങ്ങളാണ്. ദേഷ്യമുള്ളവരുടെ മുമ്പിലും, വിഡ്ഢികളുടെ മുമ്പിലും, പരിഹസിക്കുന്നവരുടെ മുമ്പിലും, ധാർഷ്ട്യ സ്വഭാവമുള്ള വ്യക്തികളുടെ മുമ്പിലും, ക്രൂരന്മാരുടെ മുമ്പിലും നിശബ്ദത പാലിക്കുന്നതായിരിക്കും ഉചിതം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം മുന്നേറുവാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ വെച്ച ചുവടിനേക്കാൾ വലിയ ചുവടുകളായിരിക്കണം അടുത്ത തവണ വയ്ക്കേണ്ടത്. തൻ്റെ ബുദ്ധിമുട്ടുകളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ ചുവടുറപ്പിച്ച് നീങ്ങുന്നവരുടെ കൂടെയാണ് ഭാഗ്യം പോലും ഉണ്ടാവുക.